നമസ്കാരം, മല്ലൂസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്, നൂഡിൽസ് ഓംലെറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓംലെറ്റാണ് നൂഡിൽസ് ഓംലെറ്റ്. നേരത്തെ ഞാൻ സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനേക്കാട്ടിലും സിമ്പിളാണ് ശരിക്കും നൂഡിൽസ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള യിപ്പിയോ അല്ലെങ്കിൽ മാഗിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കാം. ഞാനിന്ന് യിപ്പി ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഈ ഓംലെറ്റ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുത്തിട്ട് കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്ന് വീഡിയോസ് എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സിമ്പിൾ റെസിപ്പീസായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വേഗം കിച്ചണിലോട്ട് പോയിട്ട് നമുക്ക് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് യിപ്പിയാണ്. യിപ്പിയുടെ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റിൽ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു പാക്കറ്റ് മസാലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 3 മുട്ട. അത് നമുക്ക് ഓംലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട. പിന്നെ ഞാൻ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, മല്ലിയില ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ മസാല അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. മസാല നമുക്ക് മുട്ടയുടെ മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നൂഡിൽസ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നൂഡിൽസിനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ ഭാഗം ഒന്ന് ശരിയാക്കാം. അല്ലേ, ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 3 മുട്ട ഈ ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ മുട്ട 3 എടുത്തത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞതും, തക്കാളിയും, മല്ലിയിലയും, പച്ചമുളകും, ഇഞ്ചിയും എല്ലാം അതിനകത്തേക്ക് മുട്ടയ്ക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന മാഗി വേവുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണേ, അതിൻ്റെ വേവ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി അതിനകത്തോട്ട് നമ്മുടെ യിപ്പി മസാലയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് യിപ്പി വെന്തോ നോക്കിയിട്ട് വരാം. നമ്മുടെ യിപ്പി കുക്കായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. യിപ്പിയുടെ ചൂടൊന്ന് ചെറുതായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നൂഡിൽസിൻ്റെ ചൂടൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഓംലെറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓംലെറ്റ് ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിലോട്ടൊരു അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് 2 ഓംലെറ്റിനുള്ള മിക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. ഞാനൊരല്പം കുരുമുളക് പൊടി വിതറുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ 2ാമത്തെ വശവും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ഓംലെറ്റും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. Thank you.